നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. മലയാളം ടെക് സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, എൻ്റെ 2017 മോഡൽ മാക്ബുക്ക് പ്രോ ഈ ഇരിക്കുന്ന സാധനമാണ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. ഇപ്പോൾ കറൻറ്റ്ലി കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഡിസ്പ്ലേ ഒക്കെ ശരിയായി. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിരുന്നു. ഡിസ്പ്ലേ ഫ്ലിക്കർ ചെയ്യായിരുന്നു. ഒരു 30% ആംഗിൾ വെച്ചാലേ യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പം അത് ആപ്പിൾ സർവീസ് സെൻറ്ററിൽ പോയി ചോദിച്ചു ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് 50,000 രൂപയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നീട് ഒരു മാക്ബുക്കിലേക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാം, ഇത് ഓടുന്നത്ര ഓടട്ടെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ മരിച്ചില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരിപാടികളെല്ലാം ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് റിപ്പയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു 2 കൊല്ലം സമയത്തിനുള്ളിൽ ഇതിന് വേറെയും കംപ്ലൈൻറ്റുകൾ വന്നു. അതായത് ബാറ്ററി യൂസ് ചെയ്ത് തീരുമാനമായി. സർവീസ് ബാറ്ററി എന്നുള്ളൊരു സംഭവം വന്നു. പിന്നെ കീബോർഡിൽ ചില കീസ് അനങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ ഇത്രയും കംപ്ലയിൻറ്റ്സ് ആണ് നിലവിൽ ഈ കമ്പ്യൂട്ടറിനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആപ്പിൾട്രോണിക്സ് എന്ന് പറയുന്നൊരു ചാനൽ ഞാൻ യൂട്യൂബിൽ കാണുന്നതും ഷിജു ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇത് കാണാൻ പോകുന്നത്. നമ്മളെങ്ങനെയാണ് ഈ മാക്ബുക്കിനെ സർവീസ് ചെയ്തതെന്നുള്ളതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഇതിലൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത്രയും പഴകിയ ലാപ്ടോപ്പുകളൊക്കെ ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ റിപ്പയർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഫിനാൻഷ്യലി പോസിബിൾ ആയിട്ടുള്ളൊരു ചോയ്സ് അല്ല. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ഈ ലാപ്ടോപ്പ് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ലാപ്ടോപ്പ് ഫിക്സ് ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മാക്ക് കൂട്ടറെ എടുത്ത് പുറകെ ഇട്ടിട്ടുണ്ട്. ഞാനും ശരത്തും കൂടെയാണ് പോകുന്നത്. ശരത്ത് ഒരു ഹായ് പറഞ്ഞു. ഹലോ. സ്ഥിരമായിട്ട് അവൻ ഹായ് പറയുന്നത് എല്ലാ വ്ളോഗിനകത്തും കയറി. അല്ലടാ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെത്തി. ഷോപ്പിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ടിപ്പുറത്താണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടോ, നമ്മൾ ബാസ്കോന് മാക്ബുക്ക് മേടിച്ച് കൊടുത്ത ടെക്യുവിൻ്റെ നേരെ വാതിക്കലാണ് നമ്മൾ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ഷിജു ചേട്ടനെ ഞാൻ വിളിച്ചു. തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം എന്തായാലും ഷോപ്പിലെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കാണാം. ഹായ്, ഞാൻ ക്യാമറ ഒക്കെ ആയിട്ടാ പോകുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഉരുപ്പടി എടുത്ത് പുറത്ത് വെക്കാം. ഷിജു ചേട്ടാ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വ്യൂവേഴ്സിനെ ഇതൊന്ന് ഫിക്സ് ചെയ്യുന്ന കാണിക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് ഇവിടെ വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഡിസ്റ്റർബൻസ് ആകും ഇടയ്ക്ക്. ഒരു വിഷയമില്ല, ആദ്യം എടുത്തോ, ഞാനിത് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലൈന്റ് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അത് മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അങ്ങനെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് ആള് വന്നിട്ടുണ്ട്. മാക്ബുക്ക് കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, ഒന്ന് കാണട്ടെ. ഇപ്പൊ കണ്ടുപിടിച്ചു. ഇതേ നമ്മള് സ്ക്രൂ അഴിച്ചിട്ട് പരിചയമില്ലാത്തവർ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ലോക്കായി നിൽക്കുകയാണ്. സാധാരണ നമ്മൾ മാക്ബുക്ക് ഒക്കെ അഴിക്കുന്ന സമയത്ത് ഈ കവർ സ്ക്രൂ അഴിച്ചു വിട്ടാൽ വരും. ഇത് ഇവിടെ രണ്ട് ലോക്ക് ഉള്ളതാണ്. ആദ്യം ഈ ലോക്കിൽ നിന്ന് വിടുവിച്ചിട്ട് ഇത് ഫ്രണ്ടിലോട്ട് വലിക്കണം. ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ക്രൂ അഴിച്ചിട്ട് പിടിച്ച് പൊക്കി ഇവിടെ ബെൻഡായതാണ്. ഇത് പ്രോപ്പറായിട്ട് അഴിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് മുമ്പോട്ട്. അങ്ങനെയാണ്. ഇവിടെ 2 ലോക്കുണ്ട്. ഇതല്ലേ? ശരി. ശിവചേട്ടൻ നമ്മുടെ ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരാളാട്ടോ. അതെനിക്കിപ്പോഴാണ് മനസ്സിലായേ. അതെ, ഇവിടെ ഒരു സാധനം ഇരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണോ ഈ സാധനം മേടിച്ചത്? അത് അതിന് മുമ്പേ ഉള്ളതായിരുന്നു? അല്ലല്ല, മേടിച്ചതിന് ശേഷം ഞാൻ ആദ്യം ഒരു സിനോളജി ചെറുത് മേടിക്കാനായിട്ട്, അതും ഫസ്റ്റ് അജിത്ത് മേടിച്ച സമയത്ത് ഇങ്ങനെ മേടിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരുന്നപ്പം ആണ് അജിത്ത് അടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് കണ്ടത്. എന്നാ പിന്നെ ഒന്നും നോക്കിയില്ല. ആദ്യത്തെ വീഡിയോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ഞാനത് മേടിച്ചു. പിന്നല്ല കണ്ടോടാ, നീ ചോദിച്ചില്ലടാ ഇതൊക്കെ ആരാ മേടിക്കുന്നതെന്ന്. മാക്ബുക്ക് ഒക്കെ ഇളക്കി എന്ത് പണിയെടുക്കുന്നതിന് മുമ്പും ആദ്യമേ ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതിന്റെ ബാറ്ററി മാറി ഈ ഡിസ്പ്ലേയും വേറെ ഇടാം. അപ്പൊ അജിത്തിന് ഈ ഡിസ്പ്ലേ ഇട്ട് തരാം. ഇത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ഇത് പക്ഷേ റീഫർബിഷ്ഡ് എന്ന് പറയാം. അതായത് ലൈറ്റ് യൂസ്ഡ് ഡിസ്പ്ലേ ആണ്. നമ്മൾ ഈ കോസ്റ്റിൽ ഇത് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് കണ്ടിട്ട് പുതിയ പോലെയാണല്ലോ. ഓൾമോസ്റ്റ് പുതിയതുപോലെയാണ്. ഇതിന് സത്യാവസ്ഥ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് 100% ബ്രാൻഡ് ന്യൂ അല്ല, ലൈറ്റ് യൂസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഇത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഒറിജിനൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാം സർവീസ് ചെയ്യും ഇവിടെ? അതെ, ആപ്പിള് മാനുഫാക്ചർ ചെയ്ത് വിടുന്ന എല്ലാ പ്രൊഡക്റ്റും ഇവിടെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഷിജു ചേട്ടൻ ഒരു ചാനലുണ്ട്, ആപ്പിൾട്രോണിക്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ അത് കണ്ടിട്ടാണ് ആക്ച്വലി
ഇങ്ങോട്ടുള്ള കോൺടാക്ട്. ചാനലിൽ കൂടെ നമ്മൾ ഇതേപോലെ സർവീസ് കോംപ്ലിക്കേഷൻസ് വീഡിയോസ് മാത്രമേ അതിൽ കൂടെ പബ്ലിഷ് ചെയ്യുള്ളൂ. നോർമൽ വീഡിയോസ് ഇല്ല. ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് സർവീസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുള്ളത് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആപ്പിൾ യൂസേഴ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ഈ കോംപ്ലിക്കേറ്റഡ് ആവുന്ന കംപ്ലൈന്റുകൾ ഞങ്ങൾ ഇതേപോലെ ഫ്യൂച്ചറിലായാലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഡിവൈസിനുണ്ടാകുന്ന കംപ്ലൈന്റുകളും അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ആ ചാനലിന്റെ കാര്യം എടുത്തു പറയാനിരിക്കുകയായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഷിച്ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോഴാണ് ഇതിൽ പുതിയ മാക്ബുക്കിൽ വരുന്നൊരു പ്രശ്നത്തിനെ കുറിച്ച് അറിഞ്ഞത്. പുതിയ മാക്ബുക്കുകളുടെ സ്റ്റോറേജ് അടിച്ചു പോകുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതറിയാമല്ലാതെ ഇപ്പോൾ പുതിയ മാക്ബുക്ക് എടുക്കുന്നവർക്ക് മേ ബി അത് വേണേ ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാവുന്ന ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ആപ്പിൾട്രോണിക്സ് എന്ന ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഇതിന്റെ ഡിസ്പ്ലേ അടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡിവൈസ് അല്ലെങ്കിൽ പഴയ മാക്ബുക്ക് പോലെ അത്ര സിമ്പിൾ അല്ല. അതിനകത്ത് ഒരുപാട് സ്ക്രൂസ് ഉണ്ട്. ഇത്രയും സ്ക്രൂസ് അടിച്ചാൽ മാത്രമേ ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് തുടങ്ങും, ഈ അറ്റത്തുനിന്ന് തുടങ്ങി ഈ അറ്റം വരെ കംപ്ലീറ്റ് സ്ക്രൂസ് കഴിക്കാം. ചില്ലറ പണിയല്ല. അല്ല, ഇത് കണ്ട് ഇത് പൊടി. ഇതാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന സ്ക്രൂ. ഈ സ്ക്രൂ നോക്ക്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. അപ്പൊ എന്നായാലും മാക്ക് അഴിച്ച് ഫിക്സ് ചെയ്യുന്ന കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ആപ്പിൾ സർവീസ് സെന്ററിലായിരുന്നു എനിക്കിത് കിട്ടത്തില്ലായിരുന്നു. ഇതെന്താ മനസ്സിലായി സാധനം? ഇതാണ് ഇതിന്റെ വൈഫൈയുടെ ആന്റിന. ഓ, ഇത്രയും വലിയ ആന്റിനയാണ്. നല്ല കവറേജാണ് പിടിക്കുന്നത് മാക്ബുക്ക് പൊതുവെ. തൊടാമല്ലോ. അതിൽ പ്രത്യേക സർക്യൂട്ട് ഒന്നുമില്ല, ഓൾറെഡി ആന്റിനയാണ്. ഓ, ഇത്രയും വലിയ സാധനം. ശരി, ഇത് ആദ്യം എടുത്ത സമയത്ത് എനിക്ക് വൈഫൈ കവറേജ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്, മറ്റേ ലാപ്ടോപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ. ഓ, അതാണ് ഡിസ്പ്ലേ. അടിച്ചുപോയി. ഇതിവിടെ അടിക്കുക ഇടിക്കുന്ന സമയത്താണ് ഇത് കൂടുതലും പൊട്ടിപ്പോകുന്നത്. ഇത് ചെറുതായിട്ട് ഇവിടെ ഇതൊരു ബാലൻസിലാണ്. ഇതിവിടെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പണിയാണ്. ഇത് ആപ്പിൾ പുതിയ മോഡലിന് ഇറക്കിയ ഈ സ്ട്രിപ്പ്, ഇതൊരു ഗ്ലാസ് പോലത്തെ ഒരു സ്ട്രിപ്പാണ്. ഇത് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ഇത് നമ്മൾ ചില പലർക്കും പ്രശ്നം വരുന്നത് എന്തെങ്കിലും അതിന്റെ സൈഡിൽ വെച്ച് അടയ്ക്കുക, കേബിൾ എടുത്ത് വെച്ച് അടയ്ക്കുക. പലപ്പോഴും ഈ ചാർജറിന്റെ കേബിൾ എടുത്ത് അതിനകത്ത് വെച്ച് അടയ്ക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകും. പുതിയ മാക്ബുക്ക് ഇൻ വാറണ്ടിയിൽ ഇത് പൊട്ടിച്ചോടെ കൊണ്ടുവരാറുണ്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി ബ്രേക്ക് ആവും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കേസാണ്. അതിപ്പോ ഈ മോഡലിനെ ഉള്ളൂ, അത് ഇപ്പോഴത്തെ മോഡൽ? ഇപ്പോഴത്തെ മോഡൽ നിലവിൽ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന എല്ലാത്തിനും ഉണ്ട്. 2016 തൊട്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ മോഡലിലും ഇതുണ്ട്. ഇത് നമ്മളിവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ട്രിപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ഇത് മാറ്റിയിടാം. ഈ ലോഗോ സ്ട്രിപ്പ് നമ്മുടെ കയ്യിൽ പാർട്സ് അവൈലബിൾ ആണ്. ഇത് മാറ്റിയിടാം. പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വർക്കാണ്. കാരണം ഈ ഡിസ്പ്ലേയുടെ കണക്ഷൻസ് മൊത്തം ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇതിന് കണക്ഷൻ ഉണ്ട്. വളരെ മെയിൻയൂട്ട് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ബ്രേക്ക് ആവാതെ നമുക്കിത് ഇളക്കി മാറ്റിയിടാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാറണ്ടി പീരീഡിലൊക്കെ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഡിവൈസിന്റെ വാറണ്ടി ബ്രേക്ക് ആവും. ഇത് ഫിസിക്കൽ ഡാമേജ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അപ്പൊ ഇതിന്റെ ഇത് മാത്രമേ ബ്രേക്ക് ആവുള്ളൂ, അതോ മൊത്തത്തിൽ പിന്നെ എന്നാ കംപ്ലൈന്റ് വന്നാലും വാറണ്ടി കവർ ആകത്തില്ലേ? നോർമൽ വാറണ്ടിയിൽ ഇങ്ങനെയുള്ള കേസസ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡിസ്പ്ലേയുടെ വാറണ്ടി മാത്രമായിട്ടായിരിക്കും പോകുന്നത്. മേ ബി ചിലപ്പോൾ ഡിവൈസിന്റെ ഫുൾ വാറണ്ടിയും പോവാം. എല്ലാവരുടെയും അതെ അതെ. ഇവർക്ക് പിന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഭയങ്കരമാണ്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവര്. പക്ഷെ വാട്ടർ ഡാമേജ്, ഫിസിക്കൽ ഡാമേജ് ഒക്കെ വലിയ പാടാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. യെസ്, അങ്ങനെ നമ്മുടെ ഡിസ്പ്ലേ കയറ്റി ആദ്യമായിട്ടൊന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ബാറ്ററി ഒന്നും മാറിയില്ല. അതിന് മുമ്പേ അങ്ങനെ ഫ്ലിക്കർ ചെയ്യാത്ത ഡിസ്പ്ലേ കാണാനുള്ള സമയമായിട്ടുണ്ട് ഈ ലാപ്ടോപ്പില്. അതെ. എടാ അതെ നോക്കടാ. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമായി. ഇങ്ങനെ ഇനി കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പൊളിച്ച് ഡിസ്പ്ലേ ആണെങ്കിൽ കണ്ടോ, അതിന്റെ അടിയത്തെ സാധനം ഒന്നും വെച്ചിട്ടില്ല. അതായത് എനിക്ക് കണ്ടിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. എത്ര നാൾക്ക് ശേഷം എന്നറിയോ ഇങ്ങനെ ഒരു ഫീൽ ചെയ്ത് തിരിച്ചു കിട്ടത്തെ. അടിപൊളി. ഡിസ്പ്ലേ മാറി. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ബാറ്ററി മാറ്റണം. ഡിസ്പ്ലേ മാറിയതിന്റെ ആ കണ്ണ് തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് അങ്ങനെ കണ്ടതിന്റെ ഇതാണ് നമ്മൾ ബാറ്ററി മാറ്റാൻ പോകുന്ന ബാറ്ററി. നമുക്ക് ഈ ബാറ്ററി ഇളക്കി മാറ്റി. ഈ ബാറ്ററി ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ചു വെച്ചേക്കുന്ന ബാറ്ററിയാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. കമ്പനി
ബാറ്ററി മാറുന്നത് ഇങ്ങനെയല്ല. ഇത് കീബോർഡ് ബാറ്ററി എല്ലാം കൂടെ ഒരു സെറ്റ് ആയിട്ടാണ് മാറുന്നത്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടി. അങ്ങനെ അവർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അത് മാത്രം ചെയ്യാം. ഇത് ബാറ്ററി ഇതിനകത്തുനിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഹീറ്റ് ചെയ്യണം. ഈ ബോഡി പാർട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റായിട്ടൊരു ഹീറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും, അധികം ശ്രമമില്ലാതെ. ഇത് ഈ ഇവിടെ ഹീറ്റ് ആവും അല്ലേ? ഹീറ്ററാണത്, ടെമ്പറേച്ചറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര എഴുതിയിരിക്കുന്നത്? ഓ, തിരിച്ചാ 55 അല്ലേ? അങ്ങനെ നമ്മുടെ ബാറ്ററി ചൂടായി. ദേ സംഗതി പുറത്ത് വന്നോണ്ടിരിക്കുക. ചൂടായെന്ന് പറഞ്ഞാൽ അധികം ഒന്നും ചൂടാക്കിട്ടോ, ലൈറ്റ് ആയിട്ടാ ഗമ്മൊന്നും ഇടാൻ വേണ്ടിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ചൂടാക്കിയതാ. അധികം ചൂടാക്കി കഴിഞ്ഞാൽ ഇത് നല്ല പണിയാന്ന് തോന്നുന്നല്ലേ ഇത് മാറും. അതെ അതെ അതെ. അങ്ങനെ നമ്മുടെ മാക്കിന് പുതുജീവൻ നൽകി. എടാ കുറച്ച് സാഹിത്യം കലർന്ന് പറ, ഉണർവേകി അങ്ങനെ. ഇല്ല, കരച്ചിലൊക്കെ ഓണായി കണ്ട് നീ ഭയങ്കര സന്തോഷേ. ഇനിയൊരു പ്രശ്നം പെൻഡിങ് ഉണ്ട്, കീബോർഡിന്റെ പ്രശ്നം. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണ്ടേ, അല്ലാതെ ഒരു കംപ്ലൈന്റ് നിർത്തി ചെയ്യുന്നത് മോശമല്ലേ. നമുക്ക് അതും കൂടെ ശരിയാക്കിയേക്കാം എന്തായാലും. ശരിയാ, ഇതിന്റെ കീബോർഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഷിഫ്റ്റ് അങ്ങനെയൊന്നുമില്ല, പക്ഷെ അത് വർക്കാവുന്നില്ല, ഷിഫ്റ്റ് ബട്ടൺ ഇല്ല. പിന്നെ അത് പറഞ്ഞ ഇവിടെ ടൈറ്റ് ആണ്. അപ്പൊ നമുക്ക് അതും കൂടെ ക്ലിയർ ചെയ്തേക്കാം. സാധാരണ ഇതിൽ കീബോർഡ് ഫുള്ളായിട്ട് മാറേണ്ടതാണ്, നമുക്ക് റിപ്പയർ ചെയ്യാം. ഈ കീബോർഡ് കാരണം എക്സ്പെൻസീവ് ആണിത്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് റിപ്പയർ ചെയ്ത് ശരിയാക്കാം. ഈ കീബോർഡ് മാറണമെങ്കിൽ എത്ര രൂപയാവും ഏകദേശം? ഈ കീബോർഡ് മാറണമെന്നുണ്ടെങ്കിൽ ഈ കീബോർഡിന് തേർഡ് പാർട്ടി മാനുഫാക്ചറിംഗ് ഇല്ല. പിന്നെ ഈ കീബോർഡ് മാറുന്നത് ടോപ്പ് കേസ് ഫുൾ ആയിട്ടാണ്. ടച്ച് പാഡ് കമ്പനിയിൽ മാറുന്ന ടച്ച് പാഡ് ഉൾപ്പെടെ ഫുള്ള് കിറ്റ് ആയിട്ടാണ് അവർ മാറുന്നത്. ഈ പോർഷൻ ഫുള്ള് മദർ ബോർഡ് മാത്രം ഒരു ഇത് ബാറ്ററി ഉൾപ്പെടെയാണ് തോന്നുന്നത്. അപ്പൊ നമുക്കിതിപ്പോ ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ട് ഈ കീ ഇൻഡിവിജ്വൽ കീ ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. ഇതൊരു ബാലൻസിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇത് വീഡിയോ കണ്ടുകൊണ്ട് ഇതിനകത്ത് ടൂസറൊക്കെ കുത്തിക്കെട്ടി എല്ലാം പറഞ്ഞു വരും. ഓപ്പറേഷൻ ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്ക്. ഓ യെസ്, അങ്ങനെ നമ്മുടെ ഷിഫ്റ്റ് കീ ശരിയായിട്ടുണ്ട്. കീബോർഡ് മാറാതെ തന്നെ ശരിയായി തന്നെ. അതെ അതെ, ഈ കീബോർഡിന് അങ്ങനെ സ്ഥിരം വരുന്ന കംപ്ലൈന്റ് ആണ്. അതെ അതെ അതെ, ആണല്ലേ. ഈ ബട്ടർഫ്ലൈ കീബോർഡിന് സെൻസിറ്റിവിറ്റി ഇഷ്യൂ, നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പ്രസ് ആവാത്ത പ്രശ്നമേ, അതുപോലെ ചില കീസ് വർക്ക് ചെയ്യാത്ത പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ ഈ കീബോർഡിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കീബോർഡ് സർവീസ് ചെയ്യാൻ പറ്റും. അതുള്ള കീബോർഡ് സർവീസ് ചെയ്യാൻ പാടാണ്. ഈ കീബോർഡ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കീ സർവീസ് ചെയ്യാൻ പറ്റും. 15 മിനിറ്റ് എടുത്തു തോന്നുന്നു അല്ലേ ഫിക്സ് ചെയ്യാൻ. ഇതിന്റെ കീബോർഡ്, ഡിസ്പ്ലേ, ബാറ്ററി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, പുനർജനിച്ചു. അതെ, അജിത്തിന് ഇത് കുറെ വർഷങ്ങളോട് ഉപയോഗിക്കാം. പൊളിച്ച്. ഇവിടെ സർവീസ് ബാറ്ററി എന്നൊക്കെ ആയിരുന്നു കണ്ടോ, ഇപ്പൊ അതൊക്കെ പോയി. എന്റെ ഡിസ്പ്ലേ ദേ, ആഹാ, എനിക്കിനി ഇതും കൊണ്ട് വെളിയിൽ പോയി ഇങ്ങനെ ചെയ്യാം. നേരത്തെ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫുള്ള് അവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെല്ലാം മാറി. അജിത്ത്, ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു ലാപ്ടോപ്പ് ഒരു കാരണവശാലും ഇനി കമ്പനിയിൽ ശരിയാക്കി ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ കോസ്റ്റ് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഇതേപോലെ ഒരുപാട് പേരുടെ കയ്യിൽ മാക്ബുക്ക് പല പല പ്രശ്നങ്ങളായിട്ട് ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ വലിയ കോട്ട് മേടിച്ചിട്ട് ഇതിന് പറ്റുന്നില്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും അത്രയും ഞെട്ടിക്കുന്ന ഒരു കോസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഇരിക്കട്ടെ, അടുത്ത മേടിക്കാം. 20,000 രൂപ 25,000 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ ഇതിന്റെ കീബോർഡ് മാറാനായിട്ട് കമ്പനി കോട്ട് ചെയ്യുന്നത്. അവർക്ക് ഓരോ സമയത്ത് ഓരോ റേറ്റാണ്, അങ്ങനെ ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. അത് നമുക്ക് നിസ്സാരമായ പൈസയ്ക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കീബോർഡ് ഇപ്പൊ ഫിക്സ് ചെയ്തതിന് എത്ര രൂപയായി? ഇതിന്റെ നമ്മൾ ഇൻഡിവിജ്വൽ കീ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 500 രൂപ മേടിക്കുള്ളൂ. 500? ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് 500 രൂപ മേടിക്കുള്ളൂ. ഒരു കീ ആയിട്ട് കംപ്ലൈന്റ് വരുവാണെങ്കിൽ മാക്സിമം ഒരു 4-5 കീ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ 2,500 രൂപ മാക്സിമം ചാർജ് ചെയ്യുള്ളൂ ഇത് സർവീസ് ചെയ്ത് കൊടുക്കും. അതെ, അപ്പൊ ആ 2,500 രൂപയ്ക്ക് ചെയ്യാവുന്ന കാര്യത്തിനാണ് അവർ 15,000 ഒക്കെ കോട്ട് ചെയ്യുന്നത് അല്ലേ? ഇൻട്രസ്റ്റിംഗ്. അപ്പൊ എന്തായാലും ഞാൻ വളരെയധികം ഹാപ്പിയായി. എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ആക്ച്വലി. ഇത് ആ ഡിസ്പ്ലേ തുറന്നതെന്ന് വർക്ക് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് വന്ന ഒരു മാനസികമായിട്ട് വന്നൊരു സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച് ശരി ചേട്ടാ.
അങ്ങനെ എൻ്റെ മാക്കിൻ്റെ സർവീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ എൻ്റെ മാക്ബുക്ക് യൂസ് ചെയ്ത് വരികയാണ്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം എടുത്തു വരാണ്. വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ വീണ്ടും ആ ലാപ്ടോപ്പായിട്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്പിൾ ഡിവൈസസ് സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ അധികം ആൾക്കാരുടെ കയ്യിൽ പഴയ ഡിവൈസുകളൊക്കെ ശരിയാക്കാൻ ഫിനാൻഷ്യലി പോസിബിൾ അല്ലാത്തതുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാം എന്നൊക്കെ അറിയണമെങ്കിൽ ആപ്പിൾട്രോണിക്സിനെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ നൽകിയേക്കാം. അപ്പോൾ മെസ്സേജ് അയയ്ക്കുക, നിങ്ങൾ വിളിക്കരുത്, ആൾ വർക്കിലായിരിക്കും. അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ മാക്ബുക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. ഇനി ഇതുകൂടാതെ ആപ്പിൾട്രോണിക്സിൻ്റെ ഷോറൂമിൽ നമ്മൾ കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ കയറ്റി ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മറ്റൊരു വീഡിയോ കൂടെ ഉണ്ടാവും. നമ്മൾ ആപ്പിൾട്രോണിക്സിൻ്റെ ഷോറൂമിൽ കണ്ട കാഴ്ചകളായിരിക്കും ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.